ഹലോ ഹായ്, ഇത് കണ്ട എൻ്റെ മാമൻ്റെ വീട്ടിലെ ചെടിയാണ്. മാമൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അധ്യാപകനാണ്. അതിനൊരുമേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ വീട്ടുമുറ്റത്ത് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുമുറ്റത്ത് നിറയെ ചെടിയാണ്. നോക്കിയോ, ഇവിടെ ഇല്ലാതെ ഇലച്ചെടികളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെടികളാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത പോലെയാണ്. ഇതിപ്പം വീട്ടിൽ കൂടിയിട്ട് 4 വർഷമായിട്ടുള്ളൂ. അപ്പോഴേക്കും നിറയെ ചെടി പിടിപ്പിച്ചു. കണ്ടില്ലേ, എന്താ സ്റ്റൈൽ. എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലോഗ് എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ സമയം കിട്ടാറില്ല. ഇതാണ് ഫുൾ ചെടികളാണ്. പൂവുള്ള ചെടികൾ വളരെ കുറവാണ്. നോക്കിയേ, കണ്ടില്ലേ. വെയിലായപ്പോൾ ഒന്ന് കാത്തു വെച്ചു, അല്ലെങ്കിൽ ഈ ഇലച്ചെടികളൊക്കെ മേലെയായിരുന്നു. ഈ തണ പോലെയുള്ള സ്ഥലത്തൊക്കെ ആയിരുന്നു നിറയെ ചെടികൾ. എല്ലാ ചെടികളുണ്ട്. ഒരേ ചെടി തന്നെ പല ചട്ടിയിൽ ആക്കി പല മോഡലിലാക്കി നട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറ്റം ഒരു കാട് പോലെയാണ്. പക്ഷെ നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. മുറ്റം നിറയെ എന്തോ നല്ല രസമല്ലേ ഇപ്പോൾ കാണാൻ. നല്ല ചെടി, എന്താ കായാകുന്ന ചെടിയാണോ എന്നറിയില്ല. ഞാനത് കണ്ടാൽ എനിക്കിഷ്ടമായി. നല്ല ഭംഗിയില്ലേ. പക്ഷെ ഞാനിവിടുന്ന് കുറേ ചെടി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നട്ടിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ ഭയങ്കര വെയിലായതുകൊണ്ട് എല്ലാം കരിഞ്ഞ് വേനൽക്കാലം പിടിക്കും. 2 പ്രാവശ്യം വെള്ളം നനച്ചപ്പോഴും മുറ്റത്തെ റോഡ് സൈഡായതുകൊണ്ട് ചെടി നിൽക്കില്ല. പറമ്പിൽ പച്ചക്കറി നട്ട് വന്നല്ലാതെ ചെടി അങ്ങനെ നിൽക്കില്ല. ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇത് രണ്ടും ഇതൊന്ന് കളിയുമ്പോൾ ഈ മുളമുടി എൻ്റെ ഹെയർ ഓയിലാണ്. നീളം വെച്ച മുടി നമ്മളുണ്ടാക്കുന്ന ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട്. മറ്റൊക്കെ നല്ല മുടിയുണ്ട്, ചൂടുകൊണ്ട് വാരി കെട്ടിയിട്ടുള്ള നമ്മൾ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഫുൾ ആയുർവേദമായിട്ടുള്ള ഹെയർ ഓയിലാണ്. അതാണ് ഈ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ആർക്കും തണുപ്പ് പിടിക്കൊന്നുമില്ല. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കണ്ടപ്പോൾ, അവർ വന്നപ്പോൾ അവരുടെ മുടി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും വേണ്ടിയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പേര് രാധാസ് ഹെയർ ഓയിൽ എന്നാണ്. ഇന്ത്യയിലിവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല കഷണ്ടിയിൽ വരെ മുടി വരുന്ന ഹെയർ ഓയിലാണ്. ഒരുപാട് പേര് വാങ്ങി. നമ്മൾ 6 വർഷം പഠിച്ചതിന് ശേഷമാണ് ആ ഹെയർ ഓയിൽ നമ്മൾ ഇറക്കിയിട്ട് ഇപ്പോൾ 3 മാസം ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ചെടിയൊക്കെ ആയത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.